കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ, അതുകൂടാതെ ആറ്റിങ്ങലിൽ, പിന്നെ അതുകൂടാതെ നമുക്ക് പറയുകയാണെങ്കിൽ തൃശ്ശൂർ, ഇവിടെയൊക്കെ BJP ഉണ്ടാക്കിയ വലിയ മുന്നേറ്റത്തിൽ OBC SC വോട്ടുകളും ഒരു നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ ഏതാണ്ട് 3 ലക്ഷത്തിനടുത്ത് വോട്ടാണ് പിടിച്ചത്. പിന്നെ ആറ്റിങ്ങലിലാണെങ്കിൽ 3 ലക്ഷത്തിലധികം വോട്ട് വി മുരളീധരൻ പിടിച്ചു. ശരിക്കും 2 സ്ഥാനാർത്ഥികളെ, UDF LDF സ്ഥാനാർത്ഥികളെ വിറപ്പിക്കാൻ വി മുരളീധരൻ ആറ്റിങ്ങലിൽ സാധിച്ചിരുന്നു. അതുകൂടാതെ തന്നെ മറ്റ് മണ്ഡലങ്ങളിലൊക്കെ BJPയുടെ വോട്ട് വലിയ തോതിൽ ഉയർന്നു. അപ്പം ഇത് സൂചിപ്പിക്കുന്നത് OBC വോട്ട്, അതുകൂടാതെ SC വോട്ട്, ട്രഡീഷണലായിട്ട് CPM-നൊപ്പം നിൽക്കുന്ന വോട്ട് BJPയിലേക്ക് ഒരു വലിയ തോതിൽ ഒഴുകിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിപ്പം ഈ ഒരു തെരഞ്ഞെടുപ്പ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും അത് മനസ്സിലാക്കാൻ സാധിക്കും. ആലപ്പുഴ ജില്ലയിൽ BJP ഉണ്ടാക്കിയ മുന്നേറ്റം, അതുകൂടാതെ കോഴിക്കോട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ BJP ഉണ്ടാക്കിയ മുന്നേറ്റം, തൃശ്ശൂരിലെ പല പ്രദേശങ്ങളിലും BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് OBC വോട്ടുകൾ BJPയിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ ഇനിയും വലിയൊരു വിഭാഗം, ഒരു ബിഗ് ചങ്ക് BJPക്ക് ഇനിയും പിടിക്കാനുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ ഹിന്ദു ഔട്ട്റീച്ച്, അതായത് OBC SC വിഭാഗങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുക, അവർക്കൊപ്പം പ്രവർത്തിക്കുക, ഒരു ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോവുക. കേന്ദ്ര സർക്കാരിൻ്റെ പല പദ്ധതികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് ഈ വിഭാഗക്കാരെ കൊണ്ടുവരിക, അതുകൂടാതെ അവർക്കിടയിൽ പ്രവർത്തിക്കുക, അവരുടെ ഉന്നമനത്തിന് വേണ്ടി ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങൾ, ഇതിലെല്ലാം BJP പ്രവർത്തകർക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് അധികം വൈകാതെ തന്നെ BJPക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.